മനസ്സിന് സന്തോഷം നൽകുന്ന ഗാനങ്ങളാൽ കോർത്തിണക്കിയ വോയിസ് ഓഫ് ഗുഡ്നസിലേക്ക് സീസൺ 3ലേക്ക് എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ ആരംഭിക്കാം. നമ്മുടെ ജഡ്ജസിനെ ഇൻവൈറ്റ് ചെയ്തു തന്നെ. ഫാദർ പോൾ പൂവത്തിങ്കൽ, പോളച്ച, സ്വാഗതം. ശ്രീ മനോജ് ജോർജ്, മനോജേട്ടാ, സ്വാഗതം. സിസ്ലി, സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. ഡിവൈൻ വിഷൻ ഡയറക്ടർ ഫാദർ ഡർബൻ ഈട്ടിക്കാട്ടിൽ, അച്ഛാ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ കുട്ടികൾക്ക് ഇത്ര മനോഹരമായിട്ട് ഓരോ പാട്ടും ഇവിടെ വന്ന് പാടാൻ അവരെ സഹായിക്കുന്ന നമ്മുടെ ഗുഡ്നസ് ബാൻഡിലുള്ള എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേദിയിലേക്ക് ഒരുപാട് സന്തോഷത്തോടെ ആൻ മരിയ ജോയിനെ ആദ്യം തന്നെ ക്ഷണിക്കാം. വരൂ. ഹായ് ആൻ. ഹായ് മാം. സുഖായിട്ടിരിക്കുന്നു? സുഖായിട്ടിരിക്കുന്നു. മാതാവിന്റെ പാട്ടാണോ പാടാൻ പോകുന്നത്? ഓ, എനിക്ക് കളർ കോമ്പിനേഷൻ കണ്ടപ്പോ തോന്നി. ആൻ വളരെ മെച്യൂർഡ് ആയിട്ടാണ് എപ്പോഴും. ആന്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോ അറിയാം, വളരെ ആ ഒരു മെച്യൂരിറ്റി എപ്പോഴും ഇപ്പൊ തന്നെ ഇങ്ങനെ ആൻ അത് കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോ നിങ്ങൾ വരുമ്പോ തന്നെ ഇന്ന് നല്ല രീതിയിൽ പാടും എന്ന് ഞങ്ങൾ നമ്മൾ വിചാരിക്കും ആദ്യം തന്നെ. അപ്പൊ റിസ്ക് ഭയങ്കര കൂടുതലാണ്. ഒരിത്തിരി പോലും ഞങ്ങളെ വിഷമിപ്പിക്കരുത്. അതിനെക്കാട്ടിലും കൂടുതൽ സന്തോഷം തരണം കേട്ടോ. നന്നായിട്ട് മാതാവിന്റെ പാട്ട് പാടാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു.
പഠിച്ചിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വരുന്നോണ്ട് തന്നെ ഒരു ടെൻഷനും വേണ്ട. പാടി കഴിയുമ്പോഴും വളരെ റിലാക്സ്ഡ് അല്ലേ? അതെ, എപ്പോഴും റിലാക്സ്ഡ് ആണ്. ആൻഡ് പൊതുവെ ഇങ്ങനെയാണോ? ക്യാരക്ടറിന്റെ ഭാഗം ഇങ്ങനെ തന്നെയാണോ? അങ്ങനെയൊന്നുമില്ല. ആ, ടെൻഷൻ അടിക്കുക, വേവലാതിയാവുക, ആങ്ഷ്യസ് ആവുക, ഇങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇതുവരെ ആനിറ്റ് ഇങ്ങനത്തെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഫേസ് ചെയ്യാൻ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ കേട്ടോ. ഓക്കെ, മനോജ് ചേട്ടാ. ആൻമരിയ സർ, ആൻമരിയയുടെ ഈ ഒരു പാട്ടുണ്ടല്ലോ, ഇത് കേൾക്കുമ്പോൾ മാതാവ് എന്തായാലും വിളി കേൾക്കും. മോൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ മാതാവ് ചെയ്തു തരും. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. വളരെ ഗ്രേസ്ഫുൾ സിംഗിങ്. ആ ഒരു ഉടുപ്പും ഒക്കെ, അതൊക്കെ നല്ല രസമാണ് ഇവിടുന്ന് കാണാനൊക്കെ ആയിട്ട്. ആ ഒരു ബോഡി ലാംഗ്വേജൊക്കെ വളരെ കൂളായിട്ട്, നേരത്തെ രമ്യ ചേച്ചി പറഞ്ഞ പോലെ വളരെ പ്ലസന്റ് ആയിട്ട്, അല്ലെ? അധികം ടെൻഷനൊന്നും ഇല്ലാതെ. ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ലോ അല്ലേ? എനിക്ക് തോന്നുന്നു ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും മോള് നന്നായി വരികയാണ്. കൺഗ്രാജുലേഷൻസ്. എനിക്ക് ഞാനെന്താ പറയുക, ഞാൻ പ്രത്യേകമായിട്ടൊന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. കാരണം ഞാനിങ്ങനെ ലയിച്ചിരുന്നു പോയി. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരു മെച്ചുവേർഡ് സിംഗിങ്, ഒരു നല്ലൊരു പ്രൊഫഷണൽ സിംഗറുടെ എല്ലാ ക്വാളിറ്റീസും പാട്ടിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ഓരോ ഫ്രേസസ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു നോട്ട് ചെയ്യുന്ന ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോകുമായിരുന്നു. ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, പിന്നെ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ചെറിയ പിച്ചിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ദിവസം പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? ഒക്കെ കീപ്പ് അപ്പ് ചെയ്യണം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. സിസ്ലി. ആൻമരിയ, യെസ് മാം. മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 9th-ലാണ്. ഓക്കെ. ഈ സോങ് ആരാ ചെയ്തതിന്റെ ക്രെഡിറ്റ്സ് ആരൊക്കെയാന്ന് അറിയാവോ? ഇത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബേബി ജോൺ കലയന്താനി, പിന്നെ ഇത് പാടിയിരിക്കുന്നത് വിൽസൺ പിറവം. ഓക്കെ. ലിറിക്സും ബേബി ചേട്ടൻ, മ്യൂസിക്കും ബേബി ചേട്ടൻ്റെ തന്നെയാണ്. ഓ, ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നല്ല സെലക്ഷൻ ഓഫ് സോങ്. മോൾക്ക് പറ്റിയൊരു പാട്ടാണ്. ഞാനിവിടെ മോളുടെ അമ്മ ഇവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ അമ്മേനെ ഓർമ്മ വന്ന്. എന്നെ കാണുന്നവരൊക്കെ ചോദിക്കും അമ്മ എന്തിയെന്ന് ചോദിക്കും. കാരണം നമ്മുടെ കൂടെ സ്ഥിരം അമ്മയും അക്കമ്പനി ചെയ്തിരുന്നു. എൻ്റെ ഫാദറിന് ജോലിയായിരുന്നു. അപ്പോൾ എപ്പോഴും വരാൻ പറ്റില്ലാത്തതുകൊണ്ട് അമ്മയാണ്. അപ്പം അമ്മയുടെ കയ്യിൽ ഞാൻ എപ്പോഴും കാണുന്ന ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അമ്മ എപ്പോഴും ഇങ്ങനെ കൊന്ത ഉരുട്ടിക്കൊണ്ടിരിക്കും അമ്മയുടെ കയ്യിൽ. അത് ഞാൻ പാടാൻ കയറിയാലും, ഞാൻ റെക്കോർഡിങ്ങിന് പാടുമ്പോഴും സ്റ്റേജിൽ പാടുമ്പോഴും ഒക്കെ അമ്മയുടെ കയ്യിൽ ഇങ്ങനെ കൊന്ത ഇങ്ങനെ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കാണാം. അപ്പം ഞാനിങ്ങനെ മോളിപ്പോൾ സ്റ്റേജിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്, ഇവിടെ ഉള്ള ക്രൂ മെമ്പേഴ്സിനെ കാണുന്നുണ്ട്, അമ്മേനെ കാണുന്നുണ്ട്. അപ്പം നമുക്ക് ധൈര്യം എന്ന് പറയുന്ന അമ്മയുടെ കയ്യിലെ ആ കൊന്തയാണ്. അതൊരു ഭയങ്കര സ്ട്രെങ്ത് ആണ്. അപ്പം എനിക്കതാണ് മോളുടെ അമ്മേനെ കണ്ടപ്പം ഓർമ്മ വന്നത്. അതെന്നും ഒരു സ്ട്രെങ്ത് ആയിട്ട് ഇരിക്കട്ടെ കേട്ടോ. മോള് നന്നായി പാടി. പാട്ടിനെ കുറിച്ചൊന്നും പറയാനില്ല. ആകെ ഒരു സ്ഥലത്ത് ഒരു ലൈനാണ് എനിക്ക് കാരുണ്യ കടലാകും അമ്മേ എന്ന് പറയുന്ന ലൈനില്ലേ, അത് എപ്പോൾ പാടിയാലും ഒരു ഇച്ചിരി ഫ്ലാറ്റ് ആയിട്ടാണ് വന്നോണ്ടിരുന്നത്. അതങ്ങ് എത്തുന്നില്ലായിരുന്നു ആ ഒരു ലൈൻ. അത് മാത്രം ഒന്ന് പാടി കേൾപ്പിക്കാവോ? ഇപ്പൊ ശരിയായി. മറ്റേ ടേക്കിന് വരുമ്പം അത് പാടുമ്പോൾ ഇച്ചിരി ഫ്ലാറ്റ് ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അത് മാത്രമേ ഉള്ളൂ. 1-2 പിച്ചിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബട്ട് അതർവൈസ് നന്നായിട്ട് പാടി. ഓർക്കസ്ട്ര നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ഈ ഓർക്കസ്ട്ര ചേട്ടന്മാര് അങ്കിളുമാരെ അറിയാവോ? എല്ലാരെയും അറിയാവോ? എല്ലാരും അറിയില്ല. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം. കീബോർഡ് വായിക്കുന്ന ചേട്ടന്റെ പേര് പ്രിൻസ് ജോസഫ്. പ്രിൻസ് ചേട്ടൻ. യെസ്. അടുത്ത ആളെ പരിചയപ്പെടാം. മാനുവൽ എന്നാണ് പേര്. ശശി എന്നാ വിളിക്കുന്നത് കേട്ടോ. ഓക്കെ. ബേസ് ഗിറ്റാർ ജോസഫ്. ഓക്കെ. അപ്പൊ ഫ്ലൂട്ട് വായിക്കുന്ന ജോസഫ് മാടശ്ശേരി. ജോസഫ് ചേട്ടൻ. ഓക്കെ. ഇനി പെർക്കഷൻ 2 പേരാണ്. റിതം ചെയ്യുന്ന എന്റെ പേര് ബിജു. തബല ഷാൻ ആന്റണി. വെരി ഗുഡ്. അതാണ് നമ്മുടെ ഗുഡ്നെസ് ബാൻഡ് അല്ലേ? നമുക്ക് അവർക്കൊരു വലിയ കയ്യടി കൊടുക്കാം. സപ്പോർട്ടിങ് നിങ്ങളെല്ലാവരെയും, പിള്ളേരെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു
പോയി കഴിഞ്ഞാലും രാത്രിയിലും ഒക്കെ ഇരുന്ന് ഇവർ നമ്മൾ ഷെയർ ചെയ്യുമല്ലോ. അപ്പോൾ ഇങ്ങനെ കേൾക്കാം രാത്രിയിലൊക്കെ ഉറങ്ങാതിരുന്ന് ഇവരിതെല്ലാം പഠിച്ച് അടുത്ത ഡേക്കുള്ള പ്രിപ്പറേഷൻ. ഇവർ രാപ്പകലില്ലാതെ വർക്ക് ചെയ്ത് 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഡെഡിക്കേഷനോടുകൂടിയാണ് അവർ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള മ്യൂസീഷ്യൻസ് ആണ് നമ്മൾ ഓരോരുത്തരെയും ഓരോ സിംഗേഴ്സിനെയും ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ നമുക്ക് സ്നേഹപൂർവ്വം ഓർക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് മോളെ, നന്നായിട്ട് പാടി. ഗോഡ് താങ്ക് യു ബ്ലെസ്. മാം. താങ്ക് യു. പോളച്ചാ, അൻമരിയ വളരെ മനോഹരമായിട്ട് പാടി. നല്ല ഭക്തി ഭാവമുള്ളൊരു പാട്ടാണ്. ഇപ്പോഴൊക്കെ ഇറങ്ങുന്ന പല പാട്ടുകളിൽ നമ്മളങ്ങനെ ഭക്തി ഗാനം എന്ന് പറയണമെങ്കിലും ചിലപ്പോൾ ഭക്തിയൊക്കെ ഇല്ലാത്ത സാഹചര്യങ്ങൾ പലതും ഉണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ ഒരു റിയൽ ഡിവോഷൻ ഈ പാട്ടിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് പാടുന്ന ആളുടെ ഒരു കഴിവതിൽ വളരെയധികം ഉണ്ട്. അൻമരിയ അത് വളരെ നന്നായിട്ട് ചെയ്തു. സിംഗിങ്ങിൽ ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു, നല്ല ക്ലാരിറ്റി, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കോൺഫിഡൻസ് സിംഗിങ്. പ്രത്യേക അഭിനന്ദനങ്ങൾ. താങ്ക് യു അച്ഛാ. ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. സന്തോഷായി അല്ലേ? സന്തോഷം. ഇനി നമുക്ക് ഡർബിന്റെ അച്ഛൻ്റെ അടുത്തും കൂടെ ചോദിക്കാം മോളുടെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അൻമരിയ യെസ് അച്ഛാ. ഒരുപാട് നന്നായി ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ഗാനം ആരംഭിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചൊരു കാര്യം, അൻമരി അവിടെ ചെന്നപ്പോൾ അൻമരിക്ക് ഇത്തിരി വെള്ളം ആവശ്യമായിട്ട് വന്ന സമയത്ത് ആൻമരിയുടെ അമ്മ ഓടി ഇവിടെ എത്തി. എന്നിട്ട് അമ്മ അവിടെ നിന്ന് പോയില്ല, അവിടെ തന്നെ ഇരുന്നു. അമ്മ അവിടെ ഇരിക്കണ കണ്ടപ്പോൾ ആൻമരിക്ക് ഒരു സന്തോഷവും തോന്നി. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം ഇതാ, നമുക്കൊരാവശ്യമുള്ളപ്പോൾ നമ്മുടെ അടുത്ത് ഓടിയെത്തുന്ന നമ്മുടെ അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. മോളിപ്പോൾ പ്രകീർത്തിച്ചത് ആ അമ്മയെ, കനിവിൻ്റെ നിറവാർന്ന ആ പരിശുദ്ധ അമ്മയെ മകൾ പ്രകീർത്തിക്കുകയായിരുന്നു. ഈ അമ്മയെ പ്രകീർത്തിക്കുന്നത് എപ്പോഴും മക്കൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പം എൻ്റെ അമ്മയെക്കുറിച്ച് നല്ലത് പറയണ, ആ അച്ഛൻ്റെ അമ്മ നല്ല അമ്മയാട്ടോ എന്ന് പറയണ കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ആനന്ദം. അവരോട് എനിക്കിച്ചിരി സ്നേഹം കൂടും. കാരണം എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വികാര അല്ലേ എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മയെ പ്രകീർത്തിക്കുന്നത് കേൾക്കുമ്പോൾ ആർക്കാ സന്തോഷം എന്നറിയാമോ? ഈശോയ്ക്ക്. ഈശോയ്ക്ക്. പരിശുദ്ധ അമ്മയെ മോള് പ്രകീർത്തിക്കുമ്പോൾ ഈശോ സന്തോഷിക്കുക, ഈശോ മോളെ കൂടുതൽ സ്നേഹിക്കുക. ആൻമരിയ മാത്രമല്ല കേട്ടോ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും ശ്രവിക്കാവുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധ അമ്മയെ നമ്മൾ എന്തുമാത്രം പ്രകീർത്തിക്കുന്നോ അത്രയും ഈശോ സന്തോഷം കൊണ്ട് നിറയും, അവരെ ഈശോ കൂടുതൽ ചേർത്ത് പിടിക്കും. അപ്പം അതുകൊണ്ട് ഭാവിയിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അൻമരിയയ്ക്ക് ശക്തമായിട്ട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ കേട്ടോ. താങ്ക് യു അച്ഛാ. ഓക്കെ, താങ്ക് യു ഫാദർ. ഇനി നമുക്ക് മാർക്കിലേക്ക് പോവാം. സിസ്ലി, അൻമരിക്ക് 8.5. താങ്ക് യു മാം. ഓക്കെ. മനോജ് ചേട്ടാ, ആൻമരിയ പാടിയത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ കുറച്ച് മാർക്ക് കൂടുതൽ തന്നാലോ എന്ന് ആലോചിക്കുകയാണ്. എന്താണ് രമ്യച്ചിരിക്കുന്നുണ്ടല്ലോ? അതെ തരൂ. ഇവര് കുട്ടികൾക്കൊന്നും മാർക്ക് വേണ്ട, ഒന്നും വേണ്ട, അവരാരും ചോദിക്കില്ല. ഞാനാണ് അവർക്ക് വേണ്ടിയിട്ട് ചോദിക്കുന്ന ആളല്ലേ? ഓക്കെ, മോൾക്ക് 9 മാർക്ക്. താങ്ക് യു സർ. യെസ്. അച്ഛാ, അൻമരിയക്ക് 8.5. താങ്ക് യു അച്ഛാ. 26 മാർക്സ് ആണ് 30ൽ വന്നിരിക്കുന്നത്. അത് കോമ്പറ്റീഷൻ അല്ലേ, പല പല കാറ്റഗറിയിലുള്ള ഗാനങ്ങളല്ലേ നിങ്ങൾ വന്ന് പെർഫോം ചെയ്യുന്നത്. അപ്പൊ ചെറുതായിട്ടുള്ള ഒരു വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം അല്ലേ. എന്തായാലും ആൻമരിയയുടെ പെർഫോമൻസ് വളരെയധികം നന്നായിരുന്നു. നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, Okay. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡിൽ അടുത്ത ഗാനം ആലപിക്കാനായിട്ട് എത്തുന്നത്, മത്സരിക്കാനായിട്ട് എത്തുന്നത് കെവിൻ ജീവനാണ്. വരൂ കെവിൻ കുട്ട. ഈ വേഷവും ഒക്കെ കളർഫുൾ ആയിട്ടൊന്ന് വന്നിട്ടുണ്ടല്ലോ, അതിനർത്ഥം ഇന്ന് ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടാണ് പാടാൻ പോണത് അല്ലേ? ഒരു ജാക്കറ്റും കൂടെ ഒക്കെ ഇടായിരുന്നു വേണമെങ്കിൽ. ഇത് ഏതാ ഈ പാട്ടും പഠിപ്പിച്ചത്? മുത്തശ്ശനാണോ അച്ഛനാണോ? അപ്പയമ്മയാണോ പഠിപ്പിച്ചേ? അതെന്ത് പറ്റി അങ്ങനെ ഒരു മാറ്റം? സാധാരണ അച്ഛന്റെ അച്ഛനല്ലേ പഠിപ്പിക്കുന്നത്, ഗ്രാൻഡ് ഫാദർ അല്ലേ? കൂടുതൽ പാട്ട് അപ്പാപ്പയെ പഠിപ്പിക്കണം. പിന്നെ എന്ത് പറ്റി ഇന്ന് പപ്പാപ്പ ബിസി ആയി പോയോ? അല്ല,
അപ്പ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഇത് പഠിച്ചു. അപ്പൊ വിചാരിച്ചു കാണും ഇവിടെ സ്റ്റേജിൽ ഞങ്ങൾ എന്നും അപ്പാപ്പയുടെ പേരും പറഞ്ഞ് നമ്മൾ അച്ഛൻ പറഞ്ഞാണ് ഇനി ഞാൻ നിന്നെ പാട്ട് പഠിപ്പിക്കാം, അപ്പൊ എന്റെ പേര് നീ സ്റ്റേജിൽ പറയില്ലെന്ന് അങ്ങനെ വിചാരിച്ചോ മോന്റെ അച്ഛൻ? ആ. ജീവൻ ചേട്ടോ അവിടെ ഉണ്ടോ? ആ കൊച്ചു സത്യം പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ മോന്റെ അച്ഛനും അമ്മയും കൂടെ ചേർന്നിരുത്തിയാണ് മോനെ ഇന്ന് പാട്ട് പഠിപ്പിച്ചത്. അപ്പൊ മോൻ ഇതുവരേക്കും 27 മാർക്സ് ആണ് വാങ്ങിയിരുന്നത് അപ്പാപ്പൻ പഠിപ്പിച്ച പാട്ടിന്. അപ്പോ ഇന്ന് അച്ഛനും അമ്മയും കൂടെ ചേർത്ത് പഠിപ്പിച്ച് വിട്ടപ്പോൾ അതിനെക്കാട്ടിലും കുറഞ്ഞ് വാങ്ങിച്ചു പോവരുത് കേട്ടോ, കൂടുതൽ വാങ്ങിക്കണം. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഞങ്ങള് കെവിൻ കുട്ടന്റെ പാട്ട് കേൾക്കാൻ റെഡിയാണ്. നന്നായിട്ട് പാടണം കേട്ടോ. പാടാം.
കെവിൻ കുട്ട പാടിയിട്ട് ഭയങ്കര സന്തോഷായോ? സന്തോഷമായി. മോന് അപ്പാപ്പൻ പഠിപ്പിച്ചു തരുന്നതാണോ അച്ഛനമ്മയും പഠിപ്പിച്ചു തരുന്നതാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടം. എന്നാലും ഒന്ന് സെലക്ട് ചെയ്യുള്ളൂ. അത് കൂടുതൽ ഇഷ്ടം ഏതാ? അപ്പാപ്പ പഠിക്കും. പഠിപ്പിച്ചു തരുന്നതാണ് ഇഷ്ടം അല്ലേ? അതെന്താ? അച്ഛനും അമ്മയും വഴക്കും അറിയോ? ഇല്ല. പിന്നെന്താ അപ്പാപ്പ പഠിപ്പിച്ചു തരുന്നതിന് കൂടുതൽ ഇഷ്ടം? അത് കുറച്ചും കൂടെ ഫണ്ണായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഫണ്ണായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഫണ്ണായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കേ, അച്ഛനും അമ്മയും അതാണ് കുറച്ച് സീരിയസ് ആയിട്ട് അവിടെ ഇരുന്ന് പഠിപ്പിക്കുന്നത് അല്ലേ? സ്ട്രിക്റ്റ് ആണല്ലേ? തെറ്റിപ്പോയ വഴക്ക് പറയല്ലേ? അത്ര വഴക്കറിയാം. അയ്യോ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ജഡ്ജസും അതുപോലെ തന്നെ വളരെ എന്താ ഫണ്ണായിട്ടല്ലേ മോന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നേ അല്ലേ? അപ്പൊ ആരോട് ആദ്യം നമുക്ക് ചോദിക്കണ്ടേ? ആരോടെങ്കിലും ചോദിക്കാം. ആണോ? അച്ഛനോട്. അച്ഛനോട്. അച്ഛാ, പോളച്ച. കെവിൻ കുട്ടൻ മനോഹരമായിട്ട് പാടി കേട്ടോ. താങ്ക് യു. പതിവ് പോലെ നല്ല ഇതിൻ്റെ ഒരു നല്ല ശൈലി മെയിൻറ്റെയിൻ ചെയ്തു. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സിംഗിങ് ആയിരുന്നു. ഞങ്ങൾക്ക് വളരെയധികം എൻജോയ് ചെയ്തത്, ആസ്വദിക്കുകയായിരുന്നു. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയൊരു കാര്യം കെവിൻ്റെ ബ്രീത്തിങ് കപ്പാസിറ്റി. ഒരുപക്ഷെ കെവിൻ്റെ ഈ പാട്ടിൻ്റെ എല്ലാ മേഖലകളിലും ക്ലാരിറ്റി ഓഫ് ദ ടോൺ, സസ്റ്റെയിനിങ്, പിന്നെ സംഗതികൾ, അതെല്ലാത്തിൻ്റെയും ഒരു ശക്തി കേന്ദ്രം ഈ ബ്രീത്തിങ് കപ്പാസിറ്റി. ഇത്രയും ചെറുപ്പത്തിൽ അതിൽ അല്ലേ എന്ന് പറയുന്ന 2 ഭാഗമുണ്ടല്ലോ. അത് വളരെ ക്ലീനായിട്ട് ഇൻസ്ട്രുമെന്റ് കഴിഞ്ഞിട്ട് പിന്നെയും കെവിൻ്റെ ബ്രീത്തിങ് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ശ്രദ്ധിച്ചു. അത്രയ്ക്ക് കപ്പാസിറ്റി ഈ ചെറുപ്രായത്തിൽ. വലിയ അനുഗ്രഹമാണ് തമ്പുരാൻ്റെ കേട്ടോ. നല്ല ലങ്സ് നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എത്ര നല്ല സപ്പോർട്ട് വോക്കൽ കോഡ്സിന് കിട്ടുന്നത് അത് വലിയൊരു ഗിഫ്റ്റാണ്. പല ആൾക്കാർക്കും ഇല്ലത്, മനസ്സിലായോ? അപ്പോൾ ഒരു 4ാം ക്ലാസ്സുകാരന് ഇത്രയ്ക്ക് പറ്റണമെന്നുള്ളത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം. നമ്മുടെ കയ്യിൽ ഇതൊന്നുമില്ല. തമ്പുരാൻ നമുക്ക് തരുന്ന അനുഗ്രഹമാണത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പം അതുകൊണ്ട് ഇനിയും നല്ല ഉയരങ്ങളിലേക്ക് പോകട്ടെ, പോകും. സംസ്ഥാന ജേതാവാണെന്നൊക്കെ പറഞ്ഞു നേരത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അല്ലേ? CBCI സ്കൂൾ സ്റ്റേറ്റ് അല്ലേ? വെരി ഗുഡ്. വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം. ഇനിയും ഉയരങ്ങളിലേക്ക് കെവിൻ പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫാദർ. മനോജ് ചേട്ടാ. കെവിൻ കുട്ടാ, എന്തോ? കെവിൻ കുട്ടൻ വീണ്ടും ഒരു അത്യുഗ്രൻ പെർഫോമൻസ് ആയിട്ടുള്ള വന്നിട്ടുള്ളത്. അടുത്ത ബോംബ്. എന്തായാലും ഉഗ്രനായിരുന്നു മോനെ, നന്നായി പാടി. പിന്നെ ഈ പാട്ട് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നൊസ്റ്റാൾജിയ തരുന്നൊരു പാട്ടാണ്. കാരണമൊക്കെ ഞാൻ വയലിനൊക്കെ പഠിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇറങ്ങിയിട്ടൊരു പാട്ടാണ്. അപ്പോൾ കൊയറിൽ ഇത് പാടാനായിട്ട് ഈ കാസറ്റ് ഇറങ്ങിയ തന്നെ ഞാനത് പോയി മേടിച്ചിട്ട് അതിലത്തെ നല്ല പാട്ടുകൾ ക്രിസ്മസിനും ഒക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് നോട്ട്സൊക്കെ എഴുതി കൊയറും ഒക്കെ ചേർന്ന് അവരൊക്കെ എന്താ പറയുക ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്ത് ക്രിസ്മസിനൊക്കെ പാടുന്ന ഒരു കാലഘട്ടമാണ് മോനിപ്പോൾ ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. കാരണം അത്രയും ഇത് എനിക്ക് തോന്നുന്നു സൂചിച്ചിട്ട് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഹിറ്റ്സ് ആണെന്ന് തോന്നുന്നു ഒരു ഭക്തിഗാനത്തിൽ അല്ലേ? അത്രയും മനോഹരമായൊരു പാട്ടാണ്. പിന്നെ അതത്ര എളുപ്പമല്ല പാടാനായിട്ട്. സംഭവം നല്ല കേട്ടിരിക്കാനൊക്കെ നല്ല രസമാണെങ്കിലും അതിൻ്റെ ഉള്ളിലത്തെ ചില പ്ലാൻസുകൾ, സംഗതികൾ ഒക്കെ അതൊക്കെ മോൻ ഒരുവിധം പാടി ഒപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പയ്യൻ ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു സോങ് വളരെ മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ബലമാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് മോൻ വളരെ നന്നായിട്ട് പാടി. എനിക്ക് വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് നമ്മുടെ ഓർക്കസ്ട്രയാണ്. അവർക്കൊക്കെ എന്താ പറയുക നല്ല നല്ല ബിറ്റുകളാണ് അതിനകത്തുള്ളത്. എനിക്കതൊക്കെയാണ് ഇപ്പോഴും ഞാനതൊക്കെ ഹമ്മിയായിരുന്നു അതൊക്കെ ഇവരൊക്കെ വായിക്കുമ്പോൾ. അതുപോലെ ഷാൻ തബല, അതുപോലെ ബിജു, ഋതം, എല്ലാവർക്കും. പിന്നെ ബേസിൻ്റെ കുറേ ലൈൻസൊക്കെ ഞാൻ കേട്ടു. വളരെ വിശേഷമായിരുന്നു.
ജോസ് ചേട്ടാ, അടിപൊളിയായിരുന്നു. എന്തായാലും ഓർക്കസ്ട്രയ്ക്ക് നല്ലൊരു ഗൈഡ് കൊടുക്കണം. ഫാന്റാസ്റ്റിക് ജോബ്. അപ്പോൾ മോൻ എന്തായാലും ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ. ഇതുപോലെ നല്ല നല്ല പാട്ടുകൾ അടുത്ത തവണ പാടണം കേട്ടോ. താങ്ക് യു. താങ്ക് യു. സിസ്ലി. കെവിൻ വളരെ മനോഹരമായിട്ട് പാടി കേട്ടോ. കെവിൻ, ഇത് ആര് പാടി കേട്ടതാ? ഇതാരാ പാടി കേട്ടത്? സുജാത സുജാത ആൻറ്റി. അപ്പോൾ സുജാത ആൻറ്റി എത്രാമത്തെ വയസ്സിലായിരിക്കും വെച്ചാൽ ഇത് പാടിയത്? 20s ആയിരിക്കുമോ പാടിയിരിക്കുന്നത്? അതെ, ആ 20s പാടിയ സുജാത ചേച്ചി പാടിയ പാട്ടാണ് മോൻ 4ാം ക്ലാസ്സിലുള്ള മോൻ. എത്ര വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പല്ലേ ഇപ്പൊ പാടുന്നത്. അതാണ് പണ്ടത്തെ പാട്ടുകളുടെ ഒരു മേന്മ എന്ന് പറയുന്നത്. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഇപ്പൊ മനോജേട്ടൻ പറഞ്ഞ അതേ ഫീലിംഗ് ആണ് എനിക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ. ആ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും. നമുക്കൊരു സെലിബ്രേഷൻ വന്നാൽ ഈ പാട്ടില്ലാത്ത ഒരു ഗാനമേള ഇല്ല, അങ്ങനെയായിരുന്നു. അപ്പൊ അത്രയ്ക്കും ഈ കാസറ്റിലെ എല്ലാ പാട്ടുകളും. ഇതിന്റെ കമ്പോസർ ആരാന്ന് മോനെ അറിയാവോ? ആരാ കമ്പോസ് ചെയ്തതെന്നറിയാവോ? മറന്നുപോയി, പഠിച്ചായിരുന്നു. ക്ലൂ വേണോ? ജേക്കബ് അല്ല, ജോസഫ്. AJ ജോസഫ് ഏട്ടനാണ്. അപ്പം കോട്ടയംകാരാണ് ഞങ്ങളെല്ലാവരും. അദ്ദേഹത്തെ കാണാനും ഈ പാട്ട് കമ്പോസ് ചെയ്ത സമയത്ത് അതിലെ എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു. യഹൂദിയായിലെ ഒരു പാട്ടുണ്ട്, കാവൽ മാലാഖമാരെ ഉണ്ട്, അലകടലോ, അങ്ങനെ ഒരുവിധം എല്ലാ പാട്ടുകളും അതിലെ ഹിറ്റായിരുന്നു. അപ്പോൾ ആ പാട്ടുകളൊക്കെ ചെയ്ത സമയത്ത് എക്സ്പീരിയൻസ് ഒക്കെ ചേച്ചിക്ക് നേരിട്ട് കേൾക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഓർമ്മ വന്നത്. ഈ പാട്ട് വളരെ നല്ല സെലക്ഷനാണ്. പിന്നെ മോൻ്റെ വോയിസ് ചേഞ്ച് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഈ പാട്ടൊക്കെ ഏത് റേഞ്ചിൽ വേണേലും ഇപ്പോൾ പാടാൻ പറ്റും. അതിൻ്റെ ഒരു സൗകര്യമുള്ളൊരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്നത് ഒരു റൈറ്റ് ടൈമിലാണ് കെവിൻ. എനിക്ക് അതാണ് തോന്നിയത്. പിന്നെ മോൻ്റെ ടാലൻറ്റ് ഞാൻ ആദ്യത്തെ പാട്ടുകൾ കേട്ടപ്പോൾ ഓർത്തു, അത് ആ ഒരു സമയത്ത് മോന് പെട്ടെന്ന് വന്നതായിരിക്കും. പക്ഷേ ഓരോ പാട്ടുകൾ കഴിയുന്തോറും നമുക്ക് മനസ്സിലാവുന്നുണ്ട് മോൻ അറിഞ്ഞാണ് പാടുന്നത്. ആ ഒരു ദൈവിക ഒരു ജ്ഞാനം മോന് തന്നിട്ടുണ്ട്. ഈ പാട്ട് ജ്ഞാനം എന്ന് പറയുമല്ലോ, അത് നമുക്ക് എല്ലാവർക്കും കിട്ടില്ല. അത് നമ്മൾ ഒരുപാട് പഠിച്ചെടുത്തൊക്കെ ആർജിച്ചെടുക്കാം. ചിലവർക്ക് അത് ഒരു ഗിഫ്റ്റഡ് ആയിട്ട് കിട്ടും. മോനിപ്പോൾ ഈ പാട്ട് പാടിയപ്പോൾ അനുപല്ലവിയിലൊക്കെ ആ ഒരു ഫ്രേസിങ് ഉണ്ടല്ലോ, അത് ഒട്ടും ഈസി ആയിട്ടുള്ള ഫ്രേസിങ് അല്ല അതൊക്കെ. പക്ഷെ ആ റൂട്ട് പോവാതെ ടച്ച് ചെയ്ത് മോൻ പാടി. മോൻ്റെ ഈ ഏജിൽ പറ്റുന്ന പോലെ മോൻ നന്നായി പാടി. അപ്പം അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷം. ദൈവത്തിന് ഒരുപാട് നന്ദി പറയാം. അച്ഛൻ പറഞ്ഞ പോലെ നമുക്ക് ഡൗൺ ടു എർത്ത് ആയിട്ട് മോൻ്റെ ഫാമിലിക്ക് അങ്ങനെ മോനെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റട്ടെ കേട്ടോ. വളരെ ടാലൻറ്റഡ് ബോയ് ആണ്. ഗോഡ് ബ്ലെസ് യു മോനെ. താങ്ക് യു. താങ്ക് യു. കെവിനെ, എന്തോ കെവിൻ പാടണ കേട്ടിട്ട് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു എന്ത് പറയണമെന്ന് ആലോചിച്ചിട്ട്. കാരണം അത്ര ഗംഭീരമായിട്ട്. കെവിൻ ശരിക്കും 4ാം ക്ലാസ്സിൽ തന്നെയാണോ പഠിക്കണേ? ആണല്ലേ? പക്ഷെ പെർഫോമൻസ് അതൊക്കെ ഒരുപാട് മേലെയാ. വളരെ നന്നായിട്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. നന്നായിട്ട് ഇനിയും പാടട്ടെ, മുന്നോട്ട് പോകട്ടെ. എല്ലാ ദൈവാനുഗ്രഹങ്ങളും കേട്ടോ. ഓക്കെ, താങ്ക് യു ഫാദർ. മോനോട് എത്ര മാർക്കും വാങ്ങിച്ചിട്ട് വരാനാ പറഞ്ഞിരിക്കണ അച്ഛൻ അമ്മ? എന്തെങ്കിലും വാങ്ങിച്ചാൽ മതി എന്നാണ് പറഞ്ഞേ. അപ്പൊ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി കേട്ടോ. ഞങ്ങൾക്ക് 27 മാർക്കായിരുന്നു ഇതുവരെ കെവിനെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പാപ്പൻ പഠിപ്പിച്ചപ്പോൾ 27 മാർക്ക് കിട്ടിയ കുട്ടിയാണ്. അച്ഛനും അമ്മയും കൂടെ ആ ഉത്തരവാദിത്തം എടുത്തപ്പോൾ മാർക്ക് കുറഞ്ഞോ കൂടിയോ അതോ സെയിം ആണോ? നോക്കാം. സിസ്ലി, കെവിൻ എത്ര വയസ്സാന്ന് പറഞ്ഞേ? 9 വയസ്സ്. 9 വയസ്സിൻ്റെ ആൾക്ക് ഞാൻ എങ്ങനെയാ മാർക്ക് കുറയ്ക്കുക? 9ന്ന് 9 മാർക്സ്. താങ്ക് യു. മനോജേട്ടാ. കെവിൻ കുട്ടാ, എന്തോ മാർക്ക് കൊണ്ടുപോകാനുള്ള കൊട്ടയായിട്ടാണോ വന്നിട്ടുള്ളത്? ആണ്. ശരി, ഒരുങ്ങിട്ട് തന്നെ വന്നിട്ടുള്ള അല്ലേ? ഇനി കൊട്ടയിലിന്റെ സ്ഥലമുണ്ടോ മാർക്ക് കൊണ്ടുപോകാൻ? മാർക്ക് നല്ല മാർക്ക് തന്ന് കൊണ്ടുപോകാനുള്ള സ്ഥലമുണ്ടോ കൊട്ടയില്? അല്ലെ കുറച്ച് തരട്ടെ? കുറെ സ്ഥലം ബാക്കിയുണ്ട്. ഓക്കെ. എന്തായാലും മോൻ അത്യുഗ്രമായിട്ട് പാടുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. 9 അച്ഛാ. കെവിൻ എനിക്ക് തോന്നുന്നു പുതിയൊരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യണം. അതെ, അപ്പൊ അച്ഛനും
9 മാർക്സ്. 27 മാർക്സ് ആണ് നേടിക്കൊണ്ടേയിരിക്കുന്നത്. മോന്റെ അപ്പാപ്പനും അച്ഛൻ അമ്മ നിങ്ങൾ എല്ലാവരോടും പറയാണ് റിസ്ക് ഭയങ്കര കൂടുതലാണ്. ഇവന്റെ റേഞ്ച് ആ ലെവലായതുകൊണ്ട് ഇനി നിങ്ങൾ ഇതിൽ നിന്ന് താഴേക്ക് വരാനേ പാടില്ല. ഇതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. ഇതിലും ബെറ്റർ ആവണം കേട്ടോ മോനെ. ആ ഓക്കെ, കാണാം കേട്ടോ. ബൈ ബൈ. ഫ്രഷ്ന മരിയ ജുവൽ ആണ് ഇന്നത്തെ എപ്പിസോഡിലെ 3ാമത്തെ ഗാനം ആലപിക്കാനായിട്ട് വേദിയിലേക്ക് എത്തുന്നത്. വരും മോളെ. കൃഷ്ണക്കുട്ടി വളരെ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? നല്ല സുന്ദരി കുട്ടിയായിട്ട് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അണിഞ്ഞൊരുങ്ങി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മോളിപ്പോ ഏത് പാട്ടാ പാടുന്നതും? മെലഡി. മോളുടെ ഈ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യിലെ ഫസ്റ്റ് റൗണ്ടിലത്തെ 2ാമത്തെ പെർഫോമൻസ് ആണ് ഇപ്പോ അല്ലേ? ആദ്യത്തെ പെർഫോമൻസിന് എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 24. അന്ന് മോൾ ഏത് കാറ്റഗറിയിലുള്ള പാട്ടാണ് പാടിയത്? മരിയൻ. ഓക്കെ, മാതാവിന്റെ പാട്ട് പാടി, മാതാവിന്റെ അനുഗ്രഹം എല്ലാം എടുത്തു. ഇപ്പൊ മെലഡി പാട്ടുമായിട്ട് ഇപ്പൊ നമ്മളെ അതിനെക്കാട്ടിലും മാർക്ക് വാങ്ങണം കേട്ടോ. ഞങ്ങളൊക്കെ സർപ്രൈസ് ചെയ്യിപ്പിക്കണം. ഒരുപാട് നല്ല രീതിയിൽ പാടണം. തൊട്ട് മുന്നേ പാടിയ കുട്ടികളുടെ ഒക്കെ പാട്ട് കേട്ടില്ലേ? അപ്പൊ അവരെ കാട്ടിലും മോള് മാർക്ക് വാങ്ങാൻ നോക്കണം കേട്ടോ. പാട്ടിന് ശേഷം കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
തിരുജീവനേകുന്ന കരുണാമയ എന്നിൽ തിരുപൂജ്യമായി നീ വരൂ. ഈശോ നീ എൻ ഉള്ളിൽ വന്നാൽ എന്നുള്ളം സ്വർലോകമാകും. ഈശോ നീ എൻ മനസ്സിൽ വന്നാൽ ഞാനാകെ നീയായി മാറും. കൃഷ്ണക്കുട്ടി, നല്ല പാട്ട്, നന്നായിട്ട് വളരെ ഇങ്ങനെ ലയിച്ചു പാടി അല്ലേ? Thank you. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. പക്ഷെ മോള് പാടിയപ്പോ എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റുമോ എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കണ്ടേ? ആ. സിസ്ലി, ഫ്രഷ്ന, എന്തോ എന്നാ ഉണ്ട് വിശേഷം? സുഖം. മോളുടെ പാട്ട് ടെലികാസ്റ്റ് ആയോ? എങ്ങനെയുണ്ട് കണ്ടിട്ട്? കൊള്ളാം. ഇഷ്ടപ്പെട്ടു അല്ലേ? എന്തു പറഞ്ഞു ഫ്രണ്ട്സും ഫാമിലിയിലുള്ളവരും ഒക്കെ അത് കണ്ടിട്ട് എന്തു പറഞ്ഞു? നല്ലായിരുന്നു. ഇഷ്ടപ്പെട്ടു അല്ലേ? ഓക്കെ. അപ്പോ ഇന്നത്തെ സോങ്ങും മോള് നന്നായി പാടി. മോളുടെ ഒരു ടെക്സ്ചറിനും മോളുടെ ഒരു കംഫർട്ടബിളും ആയിട്ടുള്ള ഒരു സോങ് ആണ് സെലക്ട് ചെയ്തത് കേട്ടോ. മെലഡി റൗണ്ടിൽ നല്ല സെലക്ഷൻ ഓഫ് സോങ്. മോൾക്ക് സൗണ്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ കോൾഡ് ആയിരുന്നു, അതാണ്. നമ്മൾ ഈ സാധാരണ കേൾക്കുമ്പോൾ അത്ര അറിയില്ല, പക്ഷെ ഈ ഹെഡ്ഫോൺസ് വെച്ച് കേൾക്കുമ്പോൾ ആ വോയിസിലുള്ള എല്ലാം കേൾക്കാൻ പറ്റും. അപ്പം എനിക്കിങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെക്കാൻ തോന്നുമായിരുന്നു. അതായത് ഒരു കപക്കെട്ടുള്ള പോലത്തെ ഒരു ഫീലിംഗ് വോയിസിൽ തോന്നി. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എനിക്ക് പാട്ടിൽ ഫീൽ ചെയ്തോളൂ കേട്ടോ. പക്ഷേ മോള് എന്നിരുന്നാലും മോള് നല്ല ജസ്റ്റിസ് കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്പെഷ്യലി ആ ഫീല്. എന്ത് സോങ് ആ മോളി പാട്ട് ശ്രദ്ധിച്ചായിരുന്നോ? എന്ത് പാട്ടായിരുന്നു അത്? ഈശോയെ കുറിച്ച് പാടുന്ന ഒരു പാട്ടാണ്. ഈശോയെ സ്നേഹിച്ച് പാടുന്ന ഒരു പാട്ടാണ്. ഏത് ടൈമില് പാടാവുന്ന ഒരു പാട്ടാണ് ഈ പാട്ട്? അങ്ങനെ വല്ലതും തോന്നിയോ? നമ്മൾ കുർബാനയ്ക്ക് പാടുമ്പോൾ കമ്മ്യൂണിയനൊക്കെ പാടാൻ പറ്റിയൊരു സോങ് ആയിട്ടാണ് ചേച്ചിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. എനിക്ക് ആ അനുപല്ലവിയും ചരണവും അതിൽ ആ ഫസ്റ്റ് 2 ലൈൻസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു, നല്ല രസമായിട്ട് പാടി. എനിക്ക് തോന്നിയ മോളുടെ ഒരു പ്രിപ്പറേഷൻ, അതാണല്ലോ കർത്താവ് നോക്കുന്നത്. നമ്മൾ ഇപ്പം ഈ 5 മിനിറ്റിൽ പല കാര്യങ്ങൾ ഒത്തു വന്നാലാണ് നമുക്ക് നന്നായി പാടാൻ പറ്റുക. പക്ഷെ അതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു കർത്താവ് നോക്കുക നമ്മൾ എന്തോരം പ്രിപ്പയർ ചെയ്തു എന്നുള്ളതാണ്. ഈ പാട്ട് നമ്മൾ എന്തോരം എടുത്ത് ഉൾക്കൊണ്ട് എത്ര നാള് പ്രാക്ടീസ് ചെയ്ത് ഈശോയെ ഇഷ്ടപ്പെട്ട് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പാടുകയാണ്. അപ്പോൾ അതിലെടുക്കുന്ന ഒരു പ്രിപ്പറേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കർത്താവ് ചിലപ്പോൾ അതായിരിക്കും നോക്കുക. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മോള് നന്നായിട്ട് പാട്ട് പഠിച്ചിട്ടുണ്ട്. ഇന്ന് നല്ല ജസ്റ്റിസ് കാണിച്ചു കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. ഗോഡ് ബ്ലെസ്. താങ്ക് യു. മനു ചേട്ടാ. പ്രശ്നക്കുട്ടി, എന്തോ ഫ്രഷ്നെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ്നെസ്, നല്ലൊരു ഫീലാണ്. നല്ല ഉടുപ്പൊക്കെയിട്ട് വെരി ക്യൂട്ട്. നല്ല രസമുണ്ടായിരുന്നു ഇവിടെ നിന്ന് പെർഫോം ചെയ്യുന്നത് കാണാനായിട്ട്. വളരെ ഒരു കാം പെർഫോമൻസ്. ആ ഒരു പാട്ടിന് പോലെ തന്നെ വളരെ ടെൻഷനൊന്നും ഇല്ലാതെ ആ ഒരു ചെറിയ പുഞ്ചിരിയും ഒക്കെ ഇടയ്ക്ക് വന്ന് ഇറ്റ് വാസ് വെരി നൈസ് ടു സീ ഫ്രം. പിന്നെ മോള് എത്ര നാളെ ഈ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്? മറന്നുപോയോ? അല്ല, പാട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു. ആ പാട്ട് കഴിഞ്ഞ പിന്നെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു അല്ലേ? മോള് കർണാട്ടിക് അതൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഇല്ല. അതെന്താണ്? പഠിക്കുന്നുണ്ടോ? ഇല്ല. ഓ, പഠിക്കുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. മോൾക്ക് അത് പറ്റുകയാണെങ്കിൽ പഠിക്കണം കേട്ടോ. ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ല്. ആ, ഓക്കെ ഓക്കെ. ഇപ്പോഴൊക്കെ തുടങ്ങാവുന്ന ഒരു സംഗീത ശാഖയാണ് ക്ലാസിക്കൽ മ്യൂസിക്. കാരണം മോൾക്ക് നല്ലൊരു വോയിസ് തന്നിട്ടുണ്ട്. വളരെ യൂണീക്കായിട്ടുള്ളൊരു വോയിസ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ആണെങ്കിൽ ശബ്ദത്തിന് എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം, കോൾഡ് ഉണ്ടായിരുന്നു അല്ലേ? അടഞ്ഞു പോവുകയും ചെയ്തു അല്ലേ? ഓക്കെ ഓക്കെ. പക്ഷെ അല്ലെങ്കിൽ യു ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ വോയിസ്. അപ്പം അതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണ്ടേ? അപ്പം അതിന് നമ്മൾ ഇങ്ങനത്തെ ക്ലാസിക്കലായിട്ടോ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ നമ്മൾ പഠിക്കണം. പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കൂടുതൽ അറിവുണ്ടാകുമ്പോൾ കൂടുതൽ നന്നായിട്ട് പാടാൻ പറ്റും. മോള് നന്നായി പാടി, നല്ല ഫീലുണ്ടായിരുന്നു, നല്ല ഫീലോടുകൂടി പാടി. പിന്നെ സിസ്ലി മാമൊക്കെ പറഞ്ഞതുപോലെ
പ്രത്യേകിച്ച് അനുപല്ലവി അതുപോലെ ചരണമൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നു. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെയാണ് ചെറിയ ചെറിയ പിച്ചുകൾ, അതിൻ്റെ വേരിയേഷൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇങ്ങനത്തെ പാട്ടൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇത് മനസ്സിലാവും. നമുക്ക് പാട്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് ശ്രുതി തെറ്റുന്നതോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപാകതകൾ വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പം അങ്ങനെ പാട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ തെറ്റുകളിൽ നിന്ന് നമുക്ക് മാറി നമുക്കത് കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിന് പഠനം ഒരുപാട് സഹായിക്കും. അപ്പം മോള് പഠിക്കണം. നല്ല ഈശ്വര അനുഗ്രഹമുള്ള നല്ല വോയിസാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. പോളിച്ച പ്രശ്ന എന്തോ നല്ല സെലക്ഷനാണ് ഈ പാട്ട്. ഈ ഒരു മെലഡി റൗണ്ടിലേക്ക് നല്ല മെലഡി ഉള്ളൊരു പാട്ടാണ്. നല്ല ഭക്തി ഭാവം. പാട്ട് കേട്ടിരിക്കാനൊക്കെ ഞങ്ങൾ ആ കയ്യിൽ മുഴുകി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നല്ല ഫ്ലോ ഉണ്ടായിരുന്നു പാട്ടിൽ, നല്ല ഒഴുക്ക്. ഇങ്ങനെ അത് മുറിയാതെ ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. പാടുന്ന സമയത്ത് കുറച്ചുകൂടി പുഞ്ചിരി വേണമെങ്കിൽ ഉണ്ടാകാമായിരുന്നു തോന്നി. കുറച്ച് ഗൗരവം പിടിച്ച പോലെ തോന്നിയിരുന്നു പുഞ്ചിരി. പിന്നെ എന്താണ് കോൾഡ് ഉണ്ടെന്ന് പറഞ്ഞേ? എനിക്ക് പനിയായിരുന്നു. എത്ര നാൾ മുമ്പ്? ഒരാഴ്ചയായിട്ട്. ആ, ഞാൻ സ്കൂളിലൊന്നും പോയിരുന്നില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ടോൺ, ഈ കോൾഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പാടാൻ പറ്റില്ലല്ലോ. പാടാൻ പറ്റില്ല കോൾഡ് ഉണ്ടെങ്കിൽ, മൂക്കൊക്കെ അടയും. മെഡിസിൻ ഒക്കെ കഴിച്ചു. ആ, കോൾഡ് മാറിയിട്ട് എത്ര നാളായി? അതായത് ഇതുണ്ട്, കഫമുണ്ട് ഉള്ളില്. ആ, അപ്പൊ സൗണ്ടിന് ഇത് ഭയങ്കരമായിട്ട് ഹാർഡായ പോലെ എനിക്ക് തോന്നി ഫസ്റ്റ് പാടിയപ്പോ. തോന്നി. ഒന്ന് ഈ എക്സസൈസും ചെയ്യാൻ പറ്റും. മീ എന്ന് പറഞ്ഞേ, മീ. നല്ല ശബ്ദത്തിൽ പറയാം. മീ. മീ. പാട്ടല്ല, എക്സസൈസാണ്. നല്ല പറയൂ. മേ. മേ. ഉറക്കെ. മേ. മോ. മോ. മിയാവ്. 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 ബെസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് പാട്ടിന് മിയാവ് എന്നുള്ളത്. ഈ ഭാഗം തുറക്കാനായിട്ട് മിയാവ്. മിയാവ്. പിച്ചു കൂടണം, പിച്ചും കൂടി. മിയാവ്. മിയാവ്. ആ, മിയാവ്. 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 പറ്റില്ല. ഓക്കെ, ഇനി ഒന്ന് പാടി നോക്കിയേ. ആ പല്ലവി ഒന്ന് പാടി നോക്കി. ഈശോ നീ ഉള്ളിൽ വന്നാൽ എന്നുള്ളം സ്വർലോകമാകും. ഈശോ നീ മനസ്സിൽ വന്നാൽ ഞാനാകെ നീയായി മാറും. തിരുമാംസമായിൻ്റെ ഉള്ളിൽ തിരുരക്തമായിൻ്റെ ഹൃത്തിൽ തിരുജീവനേകുന്ന കരുണാമയ എന്നിൽ തിരുഭോജ്യമായി നീ വരൂ. കുറച്ചും കൂടി ഈസി ആയോ കാര്യങ്ങള്? കുറച്ചുകൂടി ഈസി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ കേട്ടോ. താങ്ക് യു. ഇനി നമുക്ക് ഡർവിൻ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാം. അച്ഛാ, കൃഷ്ണ, എന്തോ ആദ്യമായിട്ടാണ് കൃഷ്ണന്റെ പാട്ട് കേൾക്കുന്നത്. അച്ഛന് ഒരുപാട് ഇഷ്ടമായി. എവിടെയാണ് കൃഷ്ണന്റെ വീട്? കോതമംഗലം. കോതമംഗലം എൻ്റെ നാട്ടുകാരിയാണല്ലോ. സന്തോഷമായി. പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ സമയത്തൊക്കെ പാടാൻ പറ്റിയ മനോഹരമായൊരു ഗാനം. ഈശോ തിരുശരീരമായിട്ട് തിരുരക്തമായിട്ട് നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മളും ഈശോയായിട്ട് മാറും നമ്മോട് പാടിയത് അല്ലേ. അതങ്ങനെ തന്നെ ജീവിതം ആകട്ടെ കേട്ടോ. പരിശുദ്ധ കുർബാനയോട് പള്ളിയോടൊക്കെ ചേർന്ന് നിൽക്കുക. പ്രത്യേകിച്ച് പള്ളിയുടെ കൊയർ കാര്യങ്ങൾ, മറ്റ് പാട്ടുപാടാനുള്ള മറ്റവസരങ്ങളും വേദികളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. പക്ഷെ എത്ര വളർന്നാലും പള്ളി, ബലിപീഠം, പരിശുദ്ധ കുർബാനയിൽ പാട്ടുപാടാൻ കിട്ടുന്നൊരവസരം അതൊന്നും നഷ്ടപ്പെടുത്തി കളയരുത് കേട്ടോ. ഈശോയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയ്ക്കൊക്കെ പാടാൻ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി മുതലാക്കുക കേട്ടോ. നല്ല ഒരു ഭാവി ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫാദർ. ഇനി കൃഷ്ണക്കുട്ടിയുടെ ഈ രണ്ടാമത്തെ പാട്ടിന് എത്ര മാർക്കാണ് നമ്മുടെ ജഡ്ജസ് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പോളച്ച,
പ്രശ്ന വളരെ മനോഹരമായിട്ട് പാടിയതുകൊണ്ട് 8.5. താങ്ക് യു. ഓക്കെ മനോജ് ചേട്ടാ. വീണ്ടും ആ ഒരു മനോഹാരിതയ്ക്ക് 8.5. താങ്ക് യു. സിസ്ലി. ഈ കോൾഡ് ഒക്കെ വെച്ച് ഇത്രയും മനോഹരമായി പാടിയ എങ്ങനെ തരാതിരിക്കും? 8.5. താങ്ക് യു. ഓക്കെ, അപ്പൊ ആദ്യത്തെ പാട്ടിന്റെ മോൾക്ക് ലഭിച്ചത് 24 ആയിരുന്നു. പക്ഷെ അതിൽ നിന്നും നല്ല മാർക്ക് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പം 25.5 മാർക്സ് ആണ് മോൾക്ക് രണ്ടാമത്തെ പാട്ടിന് കിട്ടിയിരിക്കുന്നത്. സന്തോഷായോ? ഓ അപ്പൊ എന്തായാലും പനിയൊക്കെ ആയിരുന്നു, എന്നാലും അത് മാറി കുറഞ്ഞു വരുന്നതേ ഉള്ളൂ. അതിനിടയിൽ പ്രാക്ടീസ് ചെയ്ത് കഷ്ടപ്പെട്ട് മോൾ എത്തി ഇത്രയും മാർക്കൊക്കെ വാങ്ങിയില്ലേ. അപ്പൊ ഇനി മൂന്നാമത്തെ പാട്ട് പാടാനായിട്ട് മോള് വരുമ്പോഴത്തേക്ക് അസുഖം എല്ലാം പൂർണ്ണമായിട്ട് മാറട്ടെ കേട്ടോ. ശരി, കാണാം. അങ്ങനെ വാശിയേറിയ ഈ മത്സരം, ഒന്നിനൊന്നും മെച്ചപ്പെട്ട പാട്ടുകൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ എന്ത് രസമാണ് കേൾക്കാനും കാണാനും. കുരുന്നുകളുടെ ഇവരുടെ ആ ഒരു സംസാരം കേൾക്കാനും ഒക്കെ എന്ത് രസമാണല്ലേ. അതിനെക്കാട്ടിലും ഒക്കെ രസമാണ് ഈ കുരുന്നുകളുടെ അധരങ്ങളിൽ നിന്ന് കേൾക്കുന്ന ആ ദൈവീയ ഭക്തി ഗാനങ്ങൾ കേൾക്കുമ്പോൾ. എന്ത് രസമാണ്, എന്ത് സുഖമാണ് ഇപ്പൊ എല്ലാവരുടെയും മനസ്സിൽ തോന്നിയിട്ടുണ്ടാവുക. അപ്പോ നമുക്ക് കാത്തിരിക്കാം. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ വീണ്ടും കാണാം. പൂളങ്ങളെ തിരമാലകളെ കേട്ടുപോയി എന്ന വളരെ മനോഹരമായിട്ട് പാടി. കൺഗ്രാജുലേഷൻസ്. നല്ല ഒരു റിതമിക് ആയിട്ടുള്ള ഒരു മെലഡിയാണത്. നല്ല സെലക്ഷൻ. ഒരു മീഡിയം റേഞ്ചിലാണ് അത് കൂടുതൽ പോകുന്നത് അല്ലേ. ഹൈ റേഞ്ചിലേക്ക് അധികം പോകുന്നില്ല, മീഡിയം റേഞ്ചിലാണ് മെലഡി പോയി കളിക്കുന്നത്. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച കാര്യം, മോള് വളരെ ഫ്രീ ആയിട്ട് ഇത് പാടിയിരുന്നു, വളരെ ആസ്വദിച്ച് ഫ്രീ ആയിട്ട് പാടിയിരുന്നു. ഭയങ്കര നല്ല എക്സ്പ്രഷൻസ് ഒക്കെ കൊടുത്തിട്ട്. വിളിക്കുന്ന നേരം അനുഭവമില്ലാത്ത ഹൃദയമുണ്ടോ? അമ്മ എന്നൊരാവാക്കിനോളം വാത്സല്യമുള്ളൊരു നാമമുണ്ടോ? കാരണം അമ്മയുടെ സ്നേഹത്തിനെ കുറിച്ച് വർണ്ണിക്കുന്ന വാക്കുകളാണ്. അത് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള വരികളിലൂടെ എഴുതിയവർക്കാണ്. അത് മോനാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് പാടുകയും ചെയ്തു. താങ്ക് യു. ദിവ്യകാരുണ്യമേ, സ്നേഹവാത്സല്യമേ, വന്നിടൂ എന്നിലും ദിവ്യകൂദാശയേ, കരുണയുള്ളവൻ നീ, സ്നേഹമേറെ നൽകൂ, ഇടറി വീണ എന്നെ നീ താങ്ങി നിർത്തിടേണേ. ദിവ്യകാരുണ്യമേ, സ്നേഹവാത്സല്യമേ. ആൽഫിയക്ക് എന്തൊരു ചേഞ്ചാണ് ആൽഫിയ. ആൽഫിയയുടെ ഞാനിത് കണ്ടായിരുന്നു, ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്തപ്പോൾ കണ്ടായിരുന്നു. പക്ഷെ അന്ന് കണ്ടതിനേക്കാളും ഒക്കെ അടുത്ത റൗണ്ട് ആയപ്പോൾ വീണ്ടും മെച്ചപ്പെട്ടു. ഇപ്പൊ നിൽക്കുന്ന ടോട്ടലി വേറൊരു ആൽഫിയ. താങ്ക് യു മാം. അത്രയും ഒരു ഡിഫറൻസ്, എന്തൊരു കോൺഫിഡൻസ്, എന്തൊരു സ്മൈൽ. ആൽഫിയ ഓൺ ചെയ്താണ് പാടുന്ന പാട്ടുകൾ. അതൊരു ഭയങ്കര ഒരു ഡിഫറൻസ് ആണ്. ഞാൻ ഈ ഒരു ജനറേഷനെ കണ്ടിങ്ങനെ രമ്യ ചേച്ചി എപ്പോഴും പറയുന്ന പോലെ അമ്പരിപ്പിച്ചുകൊണ്ടിരിക്കുക, ഞെട്ടലോടെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ആത്മാവിലയടിയായി ഇമ്പമൃദു തന്ത്രികളുണരും